ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹു ഈസ് ഡാറ്റ സയൻറ്റിസ്റ്റ് ആൻഡ് വാട്ട്സ് എ റോൾ. ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താ ചെയ്യണം? ഓവറോൾ ഒരു ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ കളക്ഷൻ, സോർട്ടിങ്, പ്രസൻറ്റേഷൻ, ഷെയറിങ്, എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പോൾ അതിലെ ഓരോ പ്രോസസ്സിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസാണ് വരുന്നത്. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഏത് പ്രോസസ്സാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് മീഡിയമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി അതല്ല, ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ ബിഗ് ഡാറ്റയെ നമ്മൾ എങ്ങനെ അത് സോർട്ട് ചെയ്തെടുക്കണം, ഇനി എന്തെങ്കിലും മിസ്സിംഗ് ഡാറ്റ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം. ഇങ്ങനെയുള്ള പല രീതിയിലും പല പ്രോസസ്സുകളും പല ആക്ടിവിറ്റികളും അടങ്ങിയിട്ടുള്ളതാണ് അതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റിന് വരുന്ന റോളുകൾ ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ്, എംപവറിങ് ദ മാനേജ് ടു മേക്ക് ദ ബെറ്റർ ഡിസിഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സോഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് മീഡിയമാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യണം, ഇനി ആ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ പല രീതിയിലുള്ള ഡിസിഷൻസ് നല്ല രീതിയിൽ എംപവർ ചെയ്യാനായിട്ട് പറ്റണം. നെക്സ്റ്റ്, ദ ഡയറക്റ്റിംഗ് ദ ആക്ഷൻസ് ബേസ്ഡ് ഓൺ ദ ട്രെൻഡ്. ഇപ്പോഴത്തെ രീതിയിലേക്കായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. നമുക്കറിയാം, പണ്ടത്തെ ഡാറ്റ കളക്ഷനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡും ഇസ് എൻ്റർലി ഡിഫറെൻറ്റ്. നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവുക? ഒരു പ്രിൻറ്റഡ് പേപ്പർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അപ്പോൾ റെസ്പോൺസ് അത് ഫിൽ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ എന്താണ്, ഒരു ഗൂഗിൾ ഫോം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ട്രെൻഡ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ആക്ഷൻസും നമ്മൾ ഡയറക്റ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, ദ ചലഞ്ചിങ് ദ സ്റ്റാഫ് ടു അഡോപ്റ്റ് ദ ബെസ്റ്റ് പ്രാക്ടീസസ്. നമുക്ക് നല്ല രീതിയിൽ ഡാറ്റയെ അനലൈസ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് പല പ്രോസസ്സുകൾ, പല മെത്തേഡുകളുണ്ട്. അതിൽ ബെസ്റ്റ് വൺ അല്ലെങ്കിൽ ആ ഓൾട്ടർനേറ്റീവ്സ് നിന്ന് ബെസ്റ്റ് പ്രാക്ടീസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ഈ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റ അനലൈസിസിന് വരുന്ന പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അത് നമുക്ക് എവിടേക്കാണ് പ്രോഫിറ്റബിൾ ആകുന്നത്, എവിടേക്കാണ് നമുക്ക് ബെനിഫിറ്റ് ആകുന്നത്, അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് സെർച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് കൂടുതലായിട്ട് നമ്മൾ എടുക്കേണ്ടത് ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. ക്വാളിറ്റി ബേസിസിലുള്ളതല്ല, ക്വാണ്ടിഫയബിൾ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ദി ഡിസിഷൻസ്. നമുക്ക് ഡിസിഷൻസ് എല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്യാം. അതിൽ ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളുണ്ട്. അതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. അടുത്തതാണ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ദ റിഫൈനിങ് ദ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ ഏത് ഓഡിയൻസിനാണ് നമ്മൾ ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യേണ്ടത്? അല്ലെ, നമുക്ക് എല്ലാവർക്കും എല്ലാ ഡാറ്റയും നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഓരോ ടാർഗറ്റ് ആയിട്ടുള്ള ഓഡിയൻസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ഉണ്ട്. അത് ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ഡാറ്റയെ അനലൈസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ റിക്രൂട്ടിംഗ് ദ റൈറ്റ് ടാലൻറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ അനാലിസിസ് നടത്തുന്ന വ്യക്തിയെ സെലക്ട് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ്, നമുക്കറിയാം ഒരു കമ്പനിയിൽ ഡെഫിനറ്റ്ലി ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ്റ്റും. അപ്പോൾ അവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാൻ നല്ല രീതിയിലുള്ള ടാലൻറ്റ് ക്വാളിറ്റീസ് ഉള്ള ആൾക്കാർ വേണം നമ്മൾ റിക്രൂട്ട് ചെയ്യാനായിട്ട്. ഇതാണ് റോൾ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ്.